ഞാനൊന്ന് വൈശാഖിലേക്ക് പോവുകയാണ്. ശോഭിതിന്റെ സഹോദരൻ നമുക്കൊപ്പം ഉണ്ട്. വൈശാഖ, ശോഭിതിന് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? എന്താണ് ശോഭിത് പോവാൻ കാരണമായി നിങ്ങൾ കരുതുന്നത്? ഏത് തരത്തിലുള്ള ഗെയിമാണ്? ഈ പണം വെച്ച് കളിക്കുന്നതാണോ? പണം വെച്ച് കളിക്കുന്ന ഒരു മൈലവൻ സർക്കിൾ പോലെയുള്ള ഗെയിമുകളായിരുന്നു. എത്ര കാലമായി അത് കളിക്കുന്നുണ്ടായിരുന്നു ഈ ആപ്പുകളൊക്കെ ഉപയോഗിച്ച്? ഏകദേശം നോക്കുമ്പോ ഒരു 4 മാസമൊക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് ആള്. എന്തായിരുന്നു ശോഭിതിന്റെ ഒരു വരുമാനം? എന്തായിരുന്നു? വീട്ടിൽ നിന്നൊക്കെ പണം എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അവൻ വർക്കിന് പോകുന്നുണ്ട്. ചിറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. ജോലിക്കൊക്കെ കൃത്യമായി പോകുന്നുണ്ടായിരുന്നോ? ജോലിക്ക് കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഓൺലൈൻ മോട്ടിവേഷൻ ക്ലാസ്സും എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പണം തീർന്നതാണോ പോകാൻ കാരണം? കടം വല്ലതും വാങ്ങിയിരുന്നോ? അത് ഫുള്ള് ഡീറ്റെയിൽ വന്നിട്ടില്ല. അപ്പൊ ചെക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിൽ ഒരു 2 ലക്ഷത്തിനടുത്ത് പോയിട്ടുണ്ട് ക്യാഷ്. അക്കൗണ്ടിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്ന ഘട്ടത്തിലാണോ പോയത്? അതോ മറ്റുള്ളവരിൽ നിന്നൊക്കെ കടം വാങ്ങിയിരുന്നോ? എന്തെങ്കിലും അറിയാമോ അങ്ങനെ? മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ടല്ല, ഈ ഓൺലൈൻ ആപ്പുകളിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്തിരുന്നു. ലോൺ ആപ്പിൽ നിന്ന് പണം എടുത്തിരുന്നു അല്ലേ? പണം എടുത്തിരുന്നു. ആ പണം എന്തിനാണ് ഉപയോഗിച്ചിരുന്നത്? ഗെയിം കളിക്കാനാണോ? ഗെയിം കളിക്കാനായിരുന്നു. ഈ പണം ചോദിച്ചോ? അങ്ങനെയൊക്കെ ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അന്ന് 2-ാം തീയതി പോകുന്നതിന് മുന്നായിട്ട് കോളുകൾ വന്നിരുന്നു. അപ്പൊ എന്താന്ന് കൃത്യമായിട്ട് അതിന് അറിയില്ല. ഫോൺ കൊണ്ടുപോയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഫോൺ കൊണ്ടുപോയിട്ടുണ്ടോ അതോ ഫോൺ വീട്ടിലുണ്ടോ? ആ, ഫോൺ കൊണ്ടുപോയിട്ടുണ്ട്. എത്ര ഫോണാണോ? ഒരു ഫോണാണോ ഉപയോഗിച്ചിരുന്നത്? അല്ല, 2 ഫോൺ ഉപയോഗിച്ചിരുന്നു. ഒരു ഫോൺ വീട്ടിലുണ്ട്. അതിലും ഈ ആപ്പ് ഉണ്ടോ? അതിൽ ഈ ആപ്പ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഹിസ്റ്ററി നോക്കിയാൽ അറിയാമല്ലോ എന്ന് വരെ ഇത് ഉപയോഗിച്ചിരുന്നു, അതിൽ എത്രയാണ് ബാലൻസ്, അതൊക്കെ അറിയാൻ പറ്റില്ലേ? അതോ ലോക്ക്ഡ് ആണോ? കളിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് അവസാനമായി കണ്ടതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുവരെ ഈ ആപ്പിൽ കളിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ബാലൻസ് എത്രയുണ്ട് അതിൽ? അതായത് പൂർണ്ണമായും പണം തീർന്നപ്പോഴാണോ വീട്ടിൽ നിന്ന് പോയത്? പൂർണ്ണമായിട്ട് പണം തീർന്നിട്ടുണ്ട്. അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ 0 ആണ് ബാലൻസ് കാണിക്കുന്നത്. അപ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പോയെന്നാണോ നിങ്ങൾ കരുതുന്നത്? അങ്ങനെയാണ് കരുതുന്നത്. എവിടേക്കാണ്? ബന്ധുക്കളുടെ അടുത്തേക്കോ അങ്ങനെയൊക്കെ അന്വേഷിച്ചോ? അവിടെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി അന്വേഷിച്ചപ്പോൾ തലശ്ശേരിക്കുള്ളൊരു ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ടാണ് ആള് കയറിയിട്ടുള്ളത്. ഓക്കെ, നമുക്കും അന്വേഷിക്കാം. തലശ്ശേരിക്കുള്ള ടിക്കറ്റ് എടുത്തത് വരെയുള്ള CCTV ദൃശ്യങ്ങളാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ ഞങ്ങളും ബന്ധപ്പെടാം. വിഷമിക്കാതിരിക്കൂ, തിരിച്ചു വരുമായിരിക്കും. ശരി, താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആപ്പുകളിൽപ്പെട്ട് അത് നിങ്ങളുടെ ജീവിതം ആപ്പിലാക്കാതെ നോക്കണം. ഇതൊക്കെ നമുക്കൊരു പാഠമാകണം കേട്ടോ. നമുക്ക് നോക്കാം.